മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റിനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര ധനവകുപ്പ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയാണ് ഇത്തവണയും ബജറ്റ് അവതരിപ്പിക്കുക. ഇതോടെ തുടർച്ചയായി 8 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന നേട്ടം നിർമ്മല സ്വന്തമാക്കും. ഇതിനു മുൻപ് ആരും തന്നെ ഈ നേട്ടം കൈവരിച്ചിട്ടില്ല. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ പേരിലായിരുന്നു ഇതിനു മുൻപുള്ള റെക്കോർഡ്. അതേസമയം ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന നേട്ടം മൊറാർജി ദേശായിയുടെ പേരിൽ തന്നെയാണ്. ആകെ 10 ബജറ്റുകളാണ് തന്റെ കാലയളവിൽ മൊറാർജി ദേശായി അവതരിപ്പിച്ചത്. ഇതിൽ 8 വാർഷിക ബജറ്റുകളും 2 ഇടക്കാല ബജറ്റുകളും ഉണ്ടായിരുന്നു. പരമ്പരാഗതമായി ധനമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിലും പ്രധാനമന്ത്രിക്ക് അത് അവതരിപ്പിക്കേണ്ടി വന്ന സാഹചര്യങ്ങളും ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1958 ജവഹർലാൽ നെഹ്റുവാണ് ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്. മുന്ദ്ര അഴിമതിയുടെ വിശദാംശങ്ങൾ പരസ്യമായതിനെ തുടർന്ന് അതേ വർഷം ഫെബ്രുവരി 12-ന് അന്നത്തെ ധനമന്ത്രി ടി കൃഷ്ണമാചാരി രാജിവെക്കാൻ നിർബന്ധിതനായി. ഇതോടെ നെഹ്റുവിന് ധനകാര്യ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് നെഹ്റു ബജറ്റ് അവതരിപ്പിക്കുന്നത്. 1969 മൊറാർജി ദേശായി രാജിവെച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബജറ്റ് അവതരിപ്പിച്ചു. 1987 ജനുവരി മുതൽ ജൂലൈ വരെ രാജീവ് ഗാന്ധി ധനകാര്യ മന്ത്രാലയത്തിന്റെ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. അന്നത്തെ ധനമന്ത്രി VP സിംഗിനെ ചുമതലയിൽ നിന്ന് മാറ്റിയ ശേഷമായിരുന്നു ഇത്. അതേസമയം ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിന്റെ തീയതി ഇതുവരെ സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 11 മണിക്കായിരിക്കും കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നതാണ് റിപ്പോർട്ട്. ഒന്നാം മോദി സർക്കാരിന്റെ ഇടക്കാലത്ത് നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രിയായിരുന്നു. 2019-ലാണ് ധനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ഇതുവരെ ധനവകുപ്പിന്റെ ചുമതല നിർമ്മല സീതാരാമനാണ് നിർവഹിക്കുന്നത്. 2019 ജൂലൈ 5-നാണ് നിർമ്മല ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്. അതേസമയം കഴിഞ്ഞ തവണ രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ ഒന്നുമില്ലാത്ത ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന വിഷയം നിലനിന്നിരുന്നു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ക്രയശേഷി കുറവ്, സാമ്പത്തിക അസമത്വം എന്നിവയാണ് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന സാമ്പത്തിക വിഷയങ്ങൾ. ഇവയ്ക്ക് അടിസ്ഥാനപരമായ പരിഹാരം കാണാൻ നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ ബജറ്റിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നായിരുന്നു മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഫലം നിരാശാജനകമായിരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതിവിപുലമാക്കുകയും ചിലവ് വർദ്ധിപ്പിക്കുകയും അതുവഴി കൂടുതൽ പണം ജനങ്ങളുടെ കൈവശം എത്തുകയും ചെയ്താൽ മാത്രമേ മേൽപ്പറഞ്ഞ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. റവന്യൂ വരുമാനം 14.5% വർദ്ധിച്ച സാഹചര്യത്തിൽ അത്രയും തുകയോ അതിൽ കൂടുതലോ ചിലവാക്കി ക്രിയാത്മക പദ്ധതികൾ ആവിഷ്കരിച്ചാൽ തൊഴിലില്ലായ്മയും വരുമാനക്കുറവും അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമായിരുന്നു എന്ന നിർദ്ദേശം അന്ന് ഉയർന്നിരുന്നു. രാജ്യത്തെ 60% പേർ ഇന്നും ഉപജീവനം കഴിക്കുന്നത് കാർഷിക മേഖലയെ ആശ്രയിച്ചാണ്. കർഷകർ വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ലഭിക്കുമെന്നതിന് നിയമപരമായ ഉറപ്പ് ലഭിക്കണമെന്നാണ്. എന്നാൽ ഈ ആവശ്യം അന്ന് പരിഗണിക്കപ്പെട്ടില്ല. ഉൽപാദനക്കുറവല്ല, മറിച്ച് ന്യായവില ലഭിക്കാത്തതാണ് വിഷയം. അതിനു പരിഹാരം കാണാതെ കാർഷിക മേഖലയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ഉൽപാദന വർധന നേടാനുള്ള പദ്ധതികളായിരുന്നു ബജറ്റിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഇത്തവണത്തെ ബജറ്റ് കാത്തിരുന്നു തന്നെ കാണാം.